പക്ഷെ ഉള്ളിലുള്ള ഈ ചിന്തകളൊക്കെ നാളെ നമുക്ക് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. ഇനി കരഞ്ഞിരിക്കല്ല വേണ്ടത്, ഇനി എന്നെ ഉയർത്തണം, ഉണർത്തണം, സടകുടഞ്ഞുണരണം. തളർന്നിരുന്നത് കൊണ്ട്, കരഞ്ഞിരുന്നത് കൊണ്ട് ജീവിതം മുന്നോട്ട് പോവില്ല. ഈ സാധ്യത നിങ്ങൾ നോക്കൂ. ദ്വാരകയിലെത്തുന്ന അർജുനൻ കേൾക്കുന്നത് താൻ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണൻ തന്റെ ശരീരം ഉപേക്ഷിച്ച കഥയാണ്. പൊട്ടിത്തകർന്നുപോയി അർജുനൻ. കാരണം അർജുനൻ നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൃഷ്ണന്റെ അനുഗ്രഹവും കൃഷ്ണന്റെ ഗൈഡൻസുമായിരുന്നു. ഒരു പിതാവ് നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരു വലിയൊരു കൈയുടെ താങ്ങു പോയാൽ, ഒരു വലിയൊരു ശക്തി ചോർന്നു പോയാൽ എന്തായിരിക്കും മാനസികാവസ്ഥ? അർജുനൻ ആ ഷോക്കിൽ നിന്നും പുറത്തു കിടക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും കൃഷ്ണന്റെ സാരഥി ദാരുകൻ അർജുനനോട് പറഞ്ഞു, ഭഗവാൻ കൃഷ്ണൻ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് എനിക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്, ദ്വാരകയിലെ സ്ത്രീകളെ മുഴുവൻ ഹസ്തിനപുരത്തിലേക്ക് കൊണ്ടുപോകണം. അർജുനൻ വരുന്നുണ്ടെന്നും അർജുനനോട് കൊണ്ടുപോകാൻ പറയണമെന്നും. കൃഷ്ണൻ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് തനിക്കൊരു നിർദ്ദേശം, തനിക്കൊരു ഉത്തരവാദിത്വം തന്നിട്ടാണ് പോയിരിക്കുന്നത്. ഒരു വശത്ത് കൃഷ്ണൻ പോയ തീർത്താൽ തീരാത്ത നഷ്ടം, വേറൊരു വശത്ത് കൃഷ്ണൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വം. അർജുനൻ എന്ത് ചെയ്യണമെന്നറിയില്ല. ഏതായാലും കൃഷ്ണൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റണം. ദ്വാരകയിലെ സ്ത്രീകളെയും കൂട്ടി അർജുനൻ പുറപ്പെടുകയാണ്. പക്ഷേ വഴിയിൽ മറ്റൊരു ദുരന്തം അർജുനനെ കാത്തിരിക്കുന്നു. കൃഷ്ണൻ പോയ തകർച്ചയിൽ നിന്ന് കരകയറുന്നതിന് മുമ്പ് അടുത്ത ദുരന്തം. കൃഷ്ണൻ പോയാലും അർജുനന് അല്പമൊരു ബലവും ധൈര്യവും ഉണ്ടായിരുന്നത് കയ്യിലുള്ള ഗാണ്ഡീവത്തിലായിരുന്നു. ഗാണ്ഡീവം കയ്യിലുള്ളിടത്തോളം കാലം തന്നെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഒരു വശത്ത് കൃഷ്ണനും മറുവശത്ത് ഗാണ്ഡീവവും. അത് അർജുനനാക്കുന്നത് ഈ രണ്ടുമായിരുന്നു. അർജുനന്റെ കയ്യിലുള്ള ഗാണ്ഡീവവും കൂടെയുള്ള കൃഷ്ണനും. ഇപ്പോഴിതാ കൃഷ്ണൻ പോയി, മുന്നിലതാ വരുണൻ നിൽക്കുന്നു. വരുണൻ പറഞ്ഞു, അർജുന, ഗാണ്ഡീവത്തിന്റെ കാലാവധി കഴിഞ്ഞു, അത് എക്സ്പയറി ഡേറ്റ് ആയി. ഇനി അതിന്റെ ഉടമസ്ഥൻ അത് തിരിച്ചു കൊടുക്കണം. അതിന്റെ കാലം പൂർത്തിയായി. ഇനി അത് കയ്യിൽ വെച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് തിരിച്ചു തരൂ. താൻ തന്റെ ഫലമായി കണ്ട, തന്റെ ശക്തിയായി കണ്ട, തന്റെ വിജയമായി കണ്ട ഗാണ്ഡീവം അർജുനനെ ഉപേക്ഷിക്കേണ്ടി വന്നു. ഈ ലെഫ്റ്റ് ഒന്നുകൂടി കൂട്ടും, ലെഫ്റ്റ് കുറച്ചുകൂടി, ഒന്നുകൂടി ശബ്ദം, മോണിറ്റർ ഒന്ന് കൂട്ടിയിട്ടാലും മതി. തന്റെ രണ്ട് ഫലവും നഷ്ടപ്പെട്ടു. കൃഷ്ണനാകുന്ന ബലവും ഗാണ്ഡീവമാകുന്ന ബലവും. തകർന്നുപോയി അർജുനൻ, തളർന്നുപോയി അർജുനൻ. സ്ത്രീകളെ രക്ഷിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും കുറെ ആളുകൾ ആ സ്ത്രീകളെ ആക്രമിക്കാനായി വന്നു എന്നാണ് കഥ. അവരെല്ലാം ഒരു തടാകത്തിൽ മുങ്ങിയത്രേ. ഇന്നും ഗുജറാത്തിൽ നിങ്ങൾ പോയാൽ
ഗോപി തലാഖ് എന്നൊരു സ്ഥലമുണ്ട്. കൃഷ്ണഭക്തിമാരും അവിടുത്തെ സ്ത്രീകളെല്ലാം ശരീരം ഉപേക്ഷിച്ച തടാകം എന്നാ പറയും. ആ തടാകത്തിൽ നിന്ന് കിട്ടുന്ന മണ്ണിനെയാണ് ഗോപി ചന്ദനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗോപി ചന്ദനം എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അത് ഗോപികമാരായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് ഗുജറാത്തിലെ ഈ തടാകത്തിൽ നിന്ന് എടുക്കുന്ന മണ്ണാണ്. അങ്ങനെയാണ് അതിന്റെ ശരിക്കുള്ള സങ്കല്പം. അവിടെ നിന്ന് അർജുനൻ ഒറ്റയ്ക്ക് പോരേണ്ടി വന്നു. കൃഷ്ണൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വം തനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഒരു വശത്ത് നഷ്ടബോധം, ഒരു വശത്ത് ഗാണ്ഡീവം പോയതിന്റെ ശക്തി നഷ്ടപ്പെട്ടതിന്റെ വേദന, വേറൊരു വശത്ത് കൃഷ്ണൻ പറഞ്ഞ ഉത്തരവാദിത്വം നിറവേറ്റാൻ പറ്റാത്തതിലുള്ള കുറ്റബോധം. തകർന്നുപോയി അർജുനൻ. അങ്ങനെ ഒരു തകർന്ന മനസ്സുമായി യുധിഷ്ഠിരന്റെ മുന്നിലെത്തുന്ന അർജുനൻ പറഞ്ഞു, തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ. ഇത് 15-ാം അധ്യായമാണ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധം. വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ യേന മേ അപഗതത്തേജോ യേന വിസ്മാപനം മഹൽ യസ്യ ക്ഷണവിയോഗേന. ആ ക്ഷണവിയോഗം കൊണ്ട്, കൃഷ്ണന്റെ നഷ്ടം കൊണ്ട് എന്റെ മനസ്സ് മുഴുവൻ തകർന്നുപോയി ജ്യേഷ്ഠ. പാണ്ഡവരൊക്കെ ദുഃഖിതരായി, പാണ്ഡവരൊക്കെ തളർന്നുപോയി. കാരണം ഇനി അവരെ ഉപദേശിക്കാൻ, ഇനി അവർക്ക് വഴി കാണിക്കാൻ കൃഷ്ണനില്ല. ആ വിഷമാവസ്ഥയിലിരിക്കുന്ന അർജുനൻ കൃഷ്ണനെ കുറിച്ച് ഓരോന്ന് പറയാൻ തുടങ്ങി. എനിക്ക് ദ്രൗപദിയെ കിട്ടിയത് അന്നാ കൃഷ്ണൻ കർണനെയൊക്കെ മാറ്റി നിർത്തി എന്നെ അനുഗ്രഹിച്ചത് കൊണ്ടല്ലേ. ഞങ്ങൾക്ക് ദുര്യോധനൻ തീർത്ത അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചത് വിതുരര് പറഞ്ഞിട്ടാണെങ്കിലും ആ വിതുരരെ കൊണ്ട് ചെയ്യിച്ചത് കൃഷ്ണനല്ലേ. യുദ്ധക്കളത്തിൽ പല തന്ത്രങ്ങൾ ഉപയോഗിച്ച് ജയിക്കാൻ സാധിച്ചത് കൃഷ്ണനുള്ളത് കൊണ്ടല്ലേ. ഇനി ആരാണ് ഞങ്ങൾക്ക് വഴി കാണിക്കാനുള്ളത്? ഒരു വെളിച്ചം നഷ്ടപ്പെട്ടതുപോലെ, മുഴുവൻ കുരിറ്റുള്ളതുപോലെ ഈ ദുഃഖാവസ്ഥയിൽ നിൽക്കുന്ന അർജുനൻ, പെട്ടെന്ന് അർജുനന്റെ ഉള്ളിൽ ഒരു മിന്നൽ പിളർ പോലെ, ഒരു പ്രകാശം വരുന്ന പോലെ, മകരജ്യോതിസ് പോലെ, ഗീതം ഭഗവതാ പ്രോക്തം സംഗ്രാമമൂർധനി കാലകർമ്മ തമോരുത്തം പുനരത്യങ്ങമൽ വിഭൂ. ഭാഗവതത്തിൽ 15-ാമത്തെയാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. ശ്ലോകം നിങ്ങൾ തപ്പിയെടുത്തോളണം. 15-ാം അധ്യായത്തില് 30-31 ശ്ലോകം. ഗീതം ഭഗവതാ പ്രോക്തം സംഗ്രാമമൂർധനി കാലകർമ്മതമോരുദ്ധം പുനരത്യങ്ങമൽ വിഭു വിശോകോ ബ്രഹ്മസമ്പത്യാം സംചിന്നത്വ സംശയ ഭക്തിയാ എന്താണ് ലീനപ്രകൃതി നൈർഗുണ്യൽ അലിംഗത്വാലസംഭവ. പറയുന്നത് യുദ്ധക്കളത്തിൽ വെച്ച് കൃഷ്ണൻ ഉപദേശിച്ച ഭഗവത്ഗീത അർജുനന്റെ ഓർമ്മയിൽ തിരിച്ചെത്തി എന്നാണ്. നമ്മൾ ഈ ഗീതയൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം ഇതാണ്. ഗീത എന്തിനാണ് പഠിപ്പിക്കുന്നത്? 3 കാര്യത്തിനാണ്. ഗീതയുടെ ലക്ഷ്യം 3 കാര്യമാണ്. ഒന്ന്, മനുഷ്യന് ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള അവബോധശക്തി ഉള്ളിൽ ഉണ്ട്. ഈശ്വരീയമായ ശക്തി, പരമാത്മശക്തി, ദൈവീക ശക്തി എവിടെയുണ്ട്? ഹൃദയത്തിലുണ്ട്, ഉള്ളിലുണ്ട്.
അപ്പൊ നമ്മൾ നമ്മുടെ ദൗർബല്യം മാത്രം കണ്ടാൽ പോരാ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ദൈവീക ശക്തിയും ഉണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല. നമ്മളിപ്പോൾ നമ്മളെ മനുഷ്യരായി കാണുന്നു. മനുഷ്യൻ എന്ന് പറയുന്നത് തന്നെ ആരാണ് മനുഷ്യൻ? ദൈവീകമായ ബോധത്തിന്റെ അംശമാണ് മനുഷ്യൻ. The human being is not an independent existence. ഓർക്കണം, നമ്മൾ എപ്പോഴും നമ്മൾ മനുഷ്യൻ 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 എന്നുള്ള ആവർത്തിച്ച് പറയുമ്പോൾ മനുഷ്യനൊരു സ്വതന്ത്ര വ്യക്തിത്വമല്ല. നമ്മളൊരു സ്വതന്ത്ര വ്യക്തിത്വമല്ല. നിങ്ങൾ സ്വയം ഉള്ളിലേക്ക് നോക്കൂ. നിങ്ങൾ സ്വയം ഉള്ളിൽ തന്നെ കണ്ടുപിടിക്കൂ. നിങ്ങളുടെ ഉള്ളിൽ ചിന്തകളൊക്കെ വരുന്നത് നിങ്ങളാണോ ഉണ്ടാക്കി വെച്ചത്? ആണോ? നിങ്ങളിലെ ബോധം നിങ്ങളാണോ സൃഷ്ടിച്ചത്? പറയൂ. ആണോ? നിങ്ങളുടെ ബോധം നിങ്ങളല്ല സൃഷ്ടിച്ചത്. നിങ്ങൾ ജനിച്ചു വരുമ്പോ തന്നെ എന്തുണ്ട്? ഈ ബോധത്തിൽ ചിന്തകൾ വരുന്നു, ആകർഷിക്കുന്നു. നിങ്ങളാണോ ആകർഷണം ഉണ്ടാക്കിയത്? എന്താ മിണ്ടാത്തത്? ആണോ? കൊച്ചുകുട്ടിക്ക് അമ്മയോടുള്ള ആ പ്രേമം, ഇഷ്ടം, സ്നേഹം, ആകർഷണം ആ കുട്ടി ഉണ്ടാക്കി വെച്ചതാണോ? ആണോ? ഇതുപോലെ ഓർമ്മകൾ മനസ്സിൽ വരുന്നത്, ഓർമ്മിക്കാൻ പറ്റുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ച കഴിവാണോ? പറയൂ. ഓരോ സമയത്തും കൃത്യമായി ഓർത്ത് ഓരോന്ന് പുറത്തു വരുന്നത്. ഇപ്പൊ ഞാൻ ഈ പ്രഭാഷണം നടത്തുന്നു, ഇത് ഞാനുണ്ടാക്കിയ കഴിവാണത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കുമ്പോൾ ഇതെല്ലാം അനന്തമായൊരു ബോധശക്തിയുടെ അനുഗ്രഹമാണ്. ആണോ? സമ്മതിക്കുമോ നിങ്ങൾ? അനന്തമായൊരു ബോധത്തിന്റെ സാന്നിധ്യത്തിലാണ്, ശക്തിയിലാണ്, അനുഗ്രഹത്തിലാണ് നാം ഓരോരുത്തരും മനുഷ്യരാണെന്ന് പറയുന്നത്. ആണോ? നമുക്ക് മനുഷ്യരാണെന്ന് പറയണമെങ്കിൽ മനസ്സ് ഉണർന്നു വരണം. ഞാനെന്ന ബോധം വരണം, ഞാനെന്ന ഭാവം വരണം. വേണ്ട? ഒക്കെ പറയൂ നിങ്ങൾ. ഞാൻ എന്ന് പറയണമെങ്കിൽ മനസ്സ് ഉണരണ്ടേ? ഈ മനസ്സിനെ ഉണർത്തുന്നത് ശ്രദ്ധിക്കണേ, ഏതൊരു മാനിഫെസ്റ്റേഷനും, ഞാൻ ഫിസിക്സ് ആണ് ഈ പറയുന്നത്, ഏതൊന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ, പ്രകടമാവുന്നുണ്ടോ, അതിനെ പ്രകടമാക്കാൻ ഒരു അനന്ത ശക്തി കൂടിയേ കഴിയുള്ളൂ. കാരണം നോൺ എക്സിസ്റ്റൻസിൽ നിന്ന് ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടാവില്ല. ഇത് ഫിസിക്സ് ആണ് പഠിപ്പിക്കുന്നത്. E=mc². എനർജിയുടെ എക്സിസ്റ്റൻസിൽ നിന്നാണ് ഒരു മാറ്ററിന്റെ മാനിഫെസ്റ്റേഷൻ. ദാറ്റ് മീൻസ് ആബ്സെൻസിൽ നിന്നൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്റെ മനസ്സ് രാവിലെ ഉണർന്നു വരുന്നുണ്ടെങ്കിൽ അതിനെ പ്രകടമാക്കാൻ ഒരു അനന്ത ബോധശക്തി ഉണ്ടായേ പറ്റുള്ളൂ. മനസ്സിലാവുണ്ടോ? അപ്പൊ ഞാൻ എന്ന് പറയുന്ന മനുഷ്യൻ അനന്തമായ ബോധത്തെ ദൈവീകം എന്ന് വിളിച്ചാൽ ഞാനെന്ന് പറയുന്നത് ആരാണ്? സ്വതന്ത്രനാണോ അതോ ദൈവീകമായ ബോധത്തിന്റെ ഒരംശമാണോ? എനിക്കത്രേ അറിയേണ്ടതുള്ളൂ. പറയൂ. പിന്നെ നമ്മൾ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന എന്തൊരു അഹങ്കാരത്തിലാണ്. അർജുനന് മനസ്സിലായി. അർജുനൻ ഈ ബോധം തിരിച്ചു കിട്ടി. അനശ്വരമായ അനന്തമായൊരു ശക്തി ഉള്ളിലുണ്ട്. കൃഷ്ണൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതാണ് നമ്മൾ ഓരോരുത്തരും. കൃഷ്ണൻ എങ്ങോട്ടാണ് പോയത്? സ്വർഗത്തിലേക്കല്ല പോയത്. കൃഷ്ണൻ എങ്ങോട്ടാ പോയത്? അതിലേക്ക് തന്നെയാണ്, ആ ബോധത്തിലേക്ക് തന്നെയാണ്. ഗീതയിൽ 8-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയും, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് അർജുന? അർജുനന് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കും കൃഷ്ണന്റെ ധാമം ഏതാണെന്ന്. അവ്യക്തോയമചിന്യോയം, ഗീതയിൽ 8-ാം അധ്യായത്തിൽ 25-ാം ശ്ലോകം. അവിടെ പറയും തന്റെ ധാമം ഏതാണ്, ഏത് ധാമത്തിലേക്കാണ് ഞാൻ പോയത്, ഞാൻ എവിടെ നിന്നാണോ വന്നത് അവിടേക്കാണ് പോകുന്നത്. എവിടെയാണ് ആ ധാമം? കൃഷ്ണന്റെ ധാമം ഏതാണ്? അവ്യക്തോ അക്ഷര ഇത്യുക്ത തമാഹു പരമാം ഗതിം.
യം പ്രാപ്യന നിവർത്തന്തേ തദ്ധാമ പരമം മമ. ഗീതയിലെ വരികളാണ്. ഓരോരുത്തരുടെയും ഉള്ളിലുള്ള അനന്തമായ ബോധം ഇത് തന്നെയാണ് ഭഗവാന്റെ ധാമം. ഇത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തതിന് കാരണം അതിലേക്ക് മനസ്സിനെ നമുക്കൊന്ന് തട്ടി ഉണർത്തേണ്ടതുണ്ട്. അർജുനന് മനസ്സിലായി, കൃഷ്ണൻ എത്തിച്ചേർന്ന ധാമത്തിലേക്ക് തന്നെ നമ്മളും തിരിച്ചെത്തണം. കൃഷ്ണൻ ഏത് ധാമത്തിലേക്കാണോ പോയത്, ആ ധാമത്തിലേക്ക് തന്നെ എനിക്കും പോകണം. അർജുനൻ ദുഃഖമൊക്കെ മാറ്റി ഇനി കരഞ്ഞിരിക്കുകയല്ല വേണ്ടത്, ഇനി എന്നെ ഉയർത്തണം, ഉണർത്തണം, സടകുടഞ്ഞുണരണം. തളർന്നിരുന്നത് കൊണ്ട്, കരഞ്ഞിരുന്നത് കൊണ്ട് ജീവിതം മുന്നോട്ട് പോവില്ല. ഈ സാധ്യത നിങ്ങൾ നോക്കൂ. കൃഷ്ണൻ നഷ്ടപ്പെട്ട ദുഃഖം, ഗാന്ധീവൻ നഷ്ടപ്പെട്ട ദുഃഖം, ഉത്തരവാദിത്വം നിറവേറ്റാൻ പറ്റാത്തതിനുള്ള ദുഃഖം, ഇതൊക്കെ അർജുനനെ മാനസികമായി തകർക്കുമ്പോഴും ഈ ഒരു ഭാഗത്ത് അർജുനൻ ഓർക്കുകയാണ്, എന്റെ മനസ്സിനെ എനിക്ക് പരമാത്മാവിന്റെ ധാമത്തിലേക്ക് ഉയർത്തണം. ഇതെന്താ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്? മനുഷ്യന്റെ ബോധത്തിന് ഏത് ദുരന്തങ്ങളിൽ നിന്നും നമ്മളെ കരകയറ്റി കൊണ്ടുവരാനുള്ള ശക്തി അന്തർലീനമായിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? ഇവിടെ ഒരു കാരണവശാലും വിഷമിച്ചും ദുഃഖിച്ചും ഇരിക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ പ്രായമാകും തോറും ശ്രദ്ധിക്കണം, ഉള്ളിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന ചിന്തകളെ നമ്മൾ നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ ഈ കുമിഞ്ഞുകൂടുന്ന ചിന്തകളാണ് നമ്മളെ മാനസികമായ പല പ്രശ്നങ്ങളുണ്ടാക്കുക. ഇന്നുണ്ടല്ലോ ആത്മീയത എന്തിനാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് ഇത്ര ആവശ്യം ഉണ്ടായിരുന്നില്ല ആത്മീയത, ഇന്ന് ആവശ്യമാണ്. കാരണം ഇന്ന് അനാവശ്യ ചിന്തകളുടെ തീവ്രത കുറവാണോ കൂടുതലാണോ? കൂടുതലാണ്. കാരണം പണ്ട് കൂട്ടുകുടുംബങ്ങളായപ്പോൾ മിണ്ടിപ്പറയാനൊക്കെ ആളുകളുണ്ടായിരുന്നു. ഇന്നിപ്പം മിണ്ടിപ്പറയാൻ വീടുകളിൽ ആളുകളില്ല. അതുകൊണ്ട് എന്തു പറ്റി? ചെറിയ ചെറിയ വിഷമങ്ങൾ പോലും നമ്മൾ ഉള്ളിൽ ഒതുക്കി, ഉള്ളിൽ അമർത്തി, ഉള്ളിൽ കൊണ്ട് നടന്ന്. നോക്കൂ, പണ്ടൊക്കെ വീട്ടിലൊരു മരണം നടന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുന്നു, ആ വിഷമം പറയുന്നു, കുറെ കഴിഞ്ഞ് ആ ദുഃഖത്തിന്റെ തീവ്രത കുറയുന്നു. ഇന്നിപ്പം മരണം നടന്നാൽ മനസ്സിൽ നിന്ന് ആ വേദന മാറ്റാൻ പറ്റുന്നില്ല. കാരണം ആരോടും നമുക്ക് പങ്കുവെക്കാനില്ല. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർക്കൊന്നും കേൾക്കാനുള്ള താല്പര്യവുമില്ല. നിങ്ങൾ നോക്കൂ, പഴയതിനേക്കാളും ഇന്നത്തെ കാലത്ത് ഈവൻ ഭാര്യാഭർത്ത ബന്ധത്തിൽ പോലും ഒരു മനസ്സറിഞ്ഞ്, മനസ്സ് തുറന്ന് സംസാരിക്കുന്നവർ കുറവാണോ കൂടുതലായിരിക്കും? സത്യം പറയൂ, അവർക്ക് പറയൂ, കുറവാണോ കൂടുതലാണോ? കുറഞ്ഞു വരികയാണ്. മൊബൈൽ നമുക്ക് വലിയ സൗകര്യം തന്നിരുന്നുവെങ്കിലും, മൊബൈലിലൂടെ ഇന്ന് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും, മനുഷ്യബന്ധത്തിൽ സാരമായ അകൽച്ചയുണ്ടാക്കാൻ മൊബൈലിന് സാധിച്ചിട്ടുണ്ട്. ശരിയാണോ? സത്യം പറയൂ, ഉണ്ടോ ഇല്ലയോ? അപ്പൊ മക്കളോടൊക്കെ നിങ്ങൾക്ക് പഴയ കാലത്ത് നിങ്ങൾ അച്ഛനമ്മമാരോട് ഇടപഴകിയ, നമ്മൾ അമ്മമാരോട് ഇടപഴകിയ ഒരു കാലഘട്ടം ഇല്ലേ? എന്തും തുറന്നു പറയാനും, എന്തു പറയുമ്പോഴും അതിനൊക്കെ എന്തെങ്കിലും ഒരു പോംവഴി കാണിച്ചു തരാനും സാധിക്കുന്ന രീതിയിലുള്ള അന്നത്തെ ബന്ധം ഇന്നിപ്പോൾ അമ്മമാരോട് പോലും കുട്ടികൾ പറയാതെ മനസ്സിലൊതുക്കി, അമർത്തി, അടക്കി കൊണ്ടു നടക്കുമ്പോൾ മനസ്സിലായില്ലേ? കാലം മാറി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ അമർത്തി വച്ച ചിന്തകളെല്ലാം നമ്മുടെ പ്രാണശരീരത്തെയും ആന്തരിക അവയവ പ്രവർത്തനങ്ങളെയും സാരമായി ബാധിക്കുന്നുണ്ട്, കേടുവരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിന്തകൾ കൂടുമ്പോൾ ഓർത്തു വെക്കണം, ഇതിനെ പറയുന്ന പേരാണ്
ആദി. എന്താണ് ആദി? ചിന്തകൾ കൂടുമ്പോൾ, ആദി വർദ്ധിക്കുമ്പോൾ വ്യാധിയായി മാറും. ഏതായി മാറും? അതാണ് ഇന്ന് ഇത്രയും വ്യാധി വന്നത്. വ്യാധി പറഞ്ഞാൽ രോഗം. ഇന്നിപ്പോ ചെറുപ്പക്കാരിൽ BP കൂടി വരുന്നു, കൊളസ്ട്രോൾ കൂടി വരുന്നു, ഇല്ലേ? ഹാർട്ടിന്റെ പ്രവർത്തനം കുറഞ്ഞു വരുന്നു. ഇന്ന് നോക്കൂ നിങ്ങൾ, പല വിധത്തിലുള്ള രോഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടോ? പണ്ടൊക്കെ ഒരു MBBS ഡോക്ടറാണ് എല്ലാം മാനേജ് ചെയ്യുക, അല്ലേ? ഇനി അതും വേണ്ട, വെറും കമ്പൗണ്ടർ മതിയായിരുന്നു. കുറെയൊക്കെ മരുന്നൊക്കെ ആരെടുത്തു കൊടുക്കും? കമ്പൗണ്ടർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു പണ്ട്, ഇല്ലേ? ആരെ ഈ കമ്പൗണ്ടർ? ഈ ഡോക്ടറെ അസിസ്റ്റ് ചെയ്ത ഒരു നേഴ്സ് പോലും ആണോ എന്ന് എനിക്കറിയില്ല. അയാൾ കുറെ കഴിഞ്ഞാൽ ബൈഹാർട്ട് പഠിക്കും മരുന്നൊക്കെ. ഒരുവിധം വയറ്റിളക്കവും തലവേദനയും പനിയും ഒക്കെ അയാൾ തന്നെ തീർക്കും. കാരണം ഏത് മരുന്ന് കഴിച്ചാലും രോഗം മാറുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സ്പെഷ്യലിസ്റ്റുകളായി മാറി. ഒരു കാലത്ത് ENT ഉണ്ടായിരുന്നു, ഇപ്പോ കണ്ണിന് ഒപ്തോമോളജിസ്റ്റ് കേട്ടില്ലേ നിങ്ങൾ? അതുപോലെ തന്നെ തൊണ്ടയ്ക്ക് ഡോക്ടറുണ്ട്, തൈറോയിഡിന് ഡോക്ടറുണ്ട്. എന്തൊക്കെ പുതിയ പുതിയ രോഗങ്ങളും പുതിയ പുതിയ ഡിപ്പാർട്ട്മെന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? കാതിനായിട്ട് ഡോക്ടറുണ്ട്, കണ്ണിനായിട്ട് ഡോക്ടറുണ്ട്, പല്ലിനായിട്ട് ഡോക്ടറുണ്ട്. ഉണ്ടോ? ഈ തരത്തിലൊക്കെ മാറ്റങ്ങൾ വന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ആദി എന്തായി മാറുന്നു? അവർക്ക് പറയൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, മനസ്സിൽ അടിഞ്ഞുകൂടുന്ന ചിന്തകളെ നമ്മൾ അവിടെ നിന്നും എടുത്തു കളഞ്ഞില്ലെങ്കിൽ പ്രായം നമുക്കൊരു ദുരിതവും ദുരന്തവുമായി മാറും. ഇന്ന് നമ്മൾ വലിയ പ്രശ്നമില്ലാതെ ജീവിക്കും, പക്ഷെ ഉള്ളിലുള്ള ഈ ചിന്തകളൊക്കെ നാളെ നമുക്ക് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. എന്ത് വേണം? ആ ചിന്തകളെ അവിടെ നിന്നും എടുത്തു മാറ്റണം. കാലിലോ കയ്യിലോ വല്ല കുഴപ്പവും പറ്റിയാൽ നമുക്ക് ഓപ്പറേഷൻ കൊണ്ട് കളയാം. ഒരു ട്യൂമർ ആണെങ്കിൽ ഓപ്പറേഷൻ കൊണ്ട് കളയാം, അല്ലേ? ഇന്നിപ്പം ക്യാൻസർ വന്നിട്ട് കളയുന്നുണ്ട്, ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ട് ബ്രസ്റ്റ് കളയുന്നവരുണ്ട്, ഇൻഡസ്റ്റൈൻ ക്യാൻസർ വന്നിട്ട് അതെടുത്ത് കളയുന്നവരുണ്ട്. ഉണ്ടോ? ഈവൻ ലിവറിന്റെ ഒരു കഷ്ണം കട്ട് ചെയ്യുന്നവരുണ്ട്, ബ്രെയിനിന്റെ ഒരു കഷ്ണം കട്ട് ചെയ്യുന്നവരുണ്ട്. ഉണ്ടോ? പലതരത്തിലുള്ള ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ സക്സസ്ഫുള്ളി ഉണ്ട്. പക്ഷെ മനസ്സിലെ ചിന്തകൾ മാറ്റാൻ ഈ നിമിഷം വരെ മോഡേൺ മെഡിക്കൽ സയൻസിന് ഒരു മരുന്നും കണ്ടെത്താൻ പറ്റില്ല. എന്തേ ആളുകൾ ഇത്രയും മദ്യത്തിലും അതുപോലെ തന്നെ ലഹരി വസ്തുക്കളിലും അടിമപ്പെടുന്നത്? കാരണം അത് മനസ്സിന് കൊടുക്കുന്നൊരു സുഖമായിരിക്കുമല്ലോ. ആണോ? ഉറങ്ങാൻ വേണ്ടി മദ്യം കഴിക്കുന്നവരാണെന്ന് കുറെ പേര്. നല്ല ഉറക്കം വരുന്നു. പക്ഷെ ഈ പാവങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ എന്ത് തന്നെ മദ്യം കഴിച്ചാലും ഉള്ളിലെ ചിന്തകളെ മാറ്റാൻ ഒരു മദ്യത്തിനും സാധ്യത. അർജുനന് മനസ്സിലായി, തന്റെ ഉള്ളിൽ ഇപ്പോൾ താൻ അനുഭവിക്കുന്ന വേദനകളും ദുരിതങ്ങളും മനസ്സിൽ നിന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ ഇത് മുന്നോട്ടുള്ള തന്റെ ഗതിക്ക് തടസ്സമാണ്. വേദന വരുമ്പോൾ, വിഷമം വരുമ്പോൾ ഉണ്ടല്ലോ, പെട്ടെന്നുള്ളിൽ ബോധം വേണം. ഈ വേദനയിൽ നിന്നും ദുരിതത്തിൽ നിന്നും ഞാൻ പുറത്ത് കടന്നില്ലെങ്കിൽ ഈ വേദനയും ദുരിതവും കുറെ കൂടി എന്നെ മാനസികമായും ശാരീരികമായും തളർത്തിക്കളയുമെന്ന്. ഇതാണ് സ്പോണ്ടേനിയസ്ലി തോന്നേണ്ടത്. നമ്മുടെ ഉള്ളിൽ ആ സമയത്ത് ക്ലിക്ക് ചെയ്യണം. ഈ ചിന്തകളുടെ ആവശ്യം എനിക്കില്ല. നോക്കൂ നിങ്ങൾ, എന്താ അർജുനനൊക്കെ കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൻ്റെ ഉള്ളിൽ നീറിപ്പുകയുന്ന വേദനകളെ ഉൾക്കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് ആ ചിന്തയിൽ നിന്നും പുറത്തു കടക്കാൻ അങ്ങോട്ട് തീരുമാനിക്കുക. ഗീതം ഭഗവതാ പ്രോക്തം സംഗ്രാമമൂർധനി കാലകർമ്മതമോരുദ്ധം. ഗീതം, ഭഗവാൻ ഗീതയിൽ പറഞ്ഞ ഉദ്ധരേ അർജുന, നീ ഉയർത്തു. നിന്റെ ബോധമണ്ഡലത്തിന് നിന്നെ ഉയർത്താനുള്ളൊരു കഴിവുണ്ട്. നീ മുഴുവൻ തളർന്നിട്ടില്ല, നീ മുഴുവൻ അസ്വസ്ഥനല്ല. ഇനിയും നിന്റെ ബോധമണ്ഡലത്തിന് നിന്നെ മാറ്റിമറയ്ക്കാനുള്ള കഴിവും ശക്തിയും നിന്റെ ഉള്ളിൽ ഉണ്ട്. മനസ്സിലാവുണ്ടല്ലോ? അനന്തമായ ബോധത്തിനെ നമ്മൾ കാണേണ്ടത് കടലിനോട് ഉപമിച്ചും
ആകാശത്തോട് ഉപമിച്ചുകൊണ്ട് ആദിശങ്കരാചാര്യസ്വാമികൾ ബോധത്തെ കാണുന്നത് ആകാശം പോലെയാണ്. വ്യോമവത് വ്യാപ്തദേഹായ എന്നാണ്. എന്താണ് വ്യോമവത്ത്? വ്യോമം എന്ന് പറഞ്ഞാൽ ആകാശം. അപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മള് ഇവിടെ നിന്ന് നോക്കുമ്പോൾ, ഈ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ ഒരുപക്ഷെ കാർമേഘം മൂടിക്കിടക്കുന്ന ആകാശമായിരിക്കും. എന്നാൽ നമ്മളൊരു ഫ്ലൈറ്റിൽ അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ഇവിടെയുള്ള മഴ, അവിടുന്ന് തമിഴ്നാട്ടിലൊന്നും മഴയില്ല, നല്ല വെയില്. അപ്പം ആകാശത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമേ കാർമേഘമെല്ലാം മൂടിക്കിടക്കുന്നുള്ളൂ, ഇല്ലേ? ആണോ? അടുത്ത കാലത്ത് ഈ സുധാംശു ശുക്ലാജി അദ്ദേഹം സ്പേസിൽ പോയിട്ട് കുറെ ഫോട്ടോസ് അയക്കണ്ടായി. അദ്ദേഹം അവിടെ നിന്ന് അയച്ചിരിക്കുന്ന ഭൂമിയുടെ ചിത്രം എടുത്തു നോക്കുമ്പോൾ നമ്മൾ ഭൂമിയുടെ ഒരു ചെറിയ ഭാഗത്ത്, അദ്ദേഹത്തിന് ചന്ദ്രനെ കാണാം, അദ്ദേഹത്തിന് വേറെ പലതും കാണാം. അദ്ദേഹം നോക്കുമ്പോൾ ഭൂമി എന്നത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ഗ്രഹം, നമ്മൾ കാണുന്ന ഈ ചന്ദ്രനെ പോലെ ഒരു ഗ്രഹമാണ് ഏത്? ഭൂമി. അവിടെ ഇരുന്നു കൊണ്ട് താഴോട്ട് നോക്കിയിട്ട് നിങ്ങളുടെ വീടിന്റെ പറമ്പിന്റെ അവസ്ഥ എന്ന് ചിന്തിച്ചാൽ എങ്ങനെ ഇരിക്കും? ദൈവമേ, ഈ കറങ്ങുന്ന കുന്തത്തിലാണോ ഞാൻ വീട് വെച്ചിരിക്കുന്നത്? ഈ സാധനത്തിന്റെ മുകളിലാണോ ഞാൻ സ്ഥിരത ഉറപ്പിക്കുന്നത്? കാരണം ഇതിങ്ങനെ എന്തോന്നും മിണ്ടാത്ത നിങ്ങള്. അവിടെ ഇരുന്നു കൊണ്ട് താഴെയോട്ട് നോക്കുന്നവന് ആ വീടിനെ കുറിച്ചുള്ള ബോധം എന്തായിരിക്കും? എന്തോന്നും മിണ്ടാത്ത നിങ്ങള്. പെരുമ്പാവൂരിനെ കുറിച്ചുള്ള ചിന്ത എന്തായിരിക്കും? താഴേക്ക് നോക്കുമ്പോൾ പെരുമ്പാവൂരുണ്ടോ? ഇതുപോലെ പെരുമ്പാമ്പ് പോലെ കിടക്കുന്നു സാധനം. അത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൈവം, ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കുന്തത്തിന് മുകളിലാണ് ഞാൻ വീടും വെച്ചിട്ട് ഞാൻ സ്ഥിരത ആഗ്രഹിക്കുന്നത്. ഞാനും നിങ്ങളും ഇവിടെ കാണുന്ന ഒരു സ്ഥിരതയല്ല അവിടെ നിന്ന് നോക്കുമ്പോൾ, അല്ലേ? ആണോ? സ്പേസിന് യാതൊരു പരിമിതിയില്ല, ബോധത്തിന് യാതൊരു പരിമിതിയില്ല. ഇത് നമ്മുടെ കുട്ടികളിലേക്ക് എങ്ങനെങ്കിലും എത്തിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രേമ നിരാശ കൊണ്ട് അവര് ജീവിതം തകർത്ത് കളയും. ഒരു ചെറിയ നഷ്ടം കൊണ്ടവര് ഒരു മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളില്ലേ? ഉണ്ടോ? പഠനത്തിൽ വർക്ക് ലോഡ് കാരണം, സ്ട്രെസ് കാരണം ആത്മഹത്യ ചെയ്യുന്നവരില്ലേ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങള്? കഴിഞ്ഞ ദിവസമാണ് നിങ്ങളുടെ നാട്ടില് ഒരു പെൺകുട്ടി അനസ്തീഷ്യ ഡോക്ടർ അനസ്തീഷ്യ ഡോക്ടർ ആത്മഹത്യ ചെയ്തത്. ഈ ഭാഗത്ത് എവിടെയാണ് ആ കുട്ടി? അല്ലേ? ആണോ? എന്താ നോക്കൂ, നിങ്ങള് MDയും കഴിഞ്ഞ് അനസ്തീഷ്യ സ്പെഷ്യലൈസ് ചെയ്ത് മരിക്കാൻ എത്ര സമയം വേണ്ടി വന്നു? ആ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നാലും ഇതൊന്നും എൻ്റെ ബോധമണ്ഡലത്തെ പരിമിതപ്പെടുത്തുന്നില്ല. എന്നിലൊരു അപരിമിതമായ അനന്തമായ ബോധമുണ്ട്. മനുഷ്യന്റെ ഒരു മഹത്വം നോക്കൂ. നിങ്ങൾക്കുണ്ടല്ലോ ഏത് വിഷമത്തിൽ നിന്നും കരകയറാനുള്ള ഒരു ബോധത്തിന്റെ മാർഗം, വഴി, സാധ്യത നിങ്ങളിലുണ്ട്. അതൊന്ന് കാണാൻ സാധിച്ചാൽ ഈ ചെറിയ ഇരുട്ടിൽ കടന്ന മനുഷ്യൻ ദുരിതം അനുഭവിക്കണ്ട. ഒരു വശത്ത് ഇരുട്ടുള്ളപ്പോഴും വേറൊരു വശത്ത് അവർക്ക് പറയൂ വെളിച്ചമുണ്ട്. പക്ഷേ ഈ വെളിച്ചം കാണാതെ പോയാൽ എവിടെ നോക്കിയാലും കൂരിരുട്ട്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം എന്ന് അക്കിത്തം പറഞ്ഞത് ഇത്തരം ആളുകളെ. കാരണം വെളിച്ചം അവര് കാണുന്നില്ല, അവരിരുട്ടാണ് കാണുന്നത്. ഇരുട്ടിലും വെളിച്ചം കാണണം. എന്താണ് ഇരുട്ടിലും? അതെങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും? അത് സാധിക്കണമെങ്കിൽ അതിന് ചില ഉപാസനകൾ ആവശ്യമാണ്. അതാണ് ഇന്നത്തെ തലമുറയ്ക്കില്ലാത്തത്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ
നാമജപം പരിശീലിപ്പിച്ചാൽ എന്താണ്? ഏതാണ്? കുറെ കഴിഞ്ഞാൽ ഈ നാമജപം എന്ന് പറയുന്നത് നിങ്ങൾ അത്ര എളുപ്പം വിചാരിക്കരുത്. ഇപ്പൊ നിങ്ങളൊക്കെ പറയോ നാമൊക്കെ നമ്മൾ ജപിക്കും. നാമജപം പരിശീലിപ്പിച്ച് നാമത്തോഴു, നേരത്തെ ഞാൻ പറഞ്ഞു ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നാമത്തിലുള്ള ആസക്തിയാണ് ഭക്തി. ഒന്ന് പറയൂ എല്ലാവരും. നാമത്തിലുള്ള ആസക്തിയാണ് എന്ത്? ആസക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നിങ്ങൾ ചിപ്സ് അടുത്ത് വെച്ചു, അത് ഇപ്പോഴത്തെ ചിപ്സ് ഒക്കെ ഉണ്ടല്ലോ, ലെയ്സ് എന്നൊക്കെ പറയുന്ന സാധനം. കുട്ടികളുടെ കുറെ ഭക്ഷണമല്ലോ, കുറു എന്നൊക്കെ പറയുന്ന സാധനം, മോഡേൺ ഫുഡ്, ഇന്നത്തെ അതിനെന്താ പറയാ, ജങ്ക് ഫുഡ് അല്ലേ? ഇത്തരം സാധനങ്ങൾ. അങ്ങനെ ജീവിതത്തില് ഏത് പ്രശ്നത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്ന അനന്തവും സ്വതന്ത്രവും ആയ ബോധം നമ്മളിലുണ്ട്. ഈ ബോധം ഉള്ളിലുറപ്പിക്കണം. ഏത് ബോധം? അനന്തവും സ്വതന്ത്രവുമായൊരു ബോധം ഉള്ളിലുണ്ട്. അതിനെ എനിക്കൊരിക്കലും ദുർബലമാക്കാൻ സാധ്യമല്ല. ആ ഒരു ബോധശക്തി നമ്മളിൽ ഉണ്ടാവാൻ നാമശക്തി വേണം. ഏത് വേണം? അപ്പൊ നാമം വെറുതെ ജപിച്ചാ പോരാ. ജപിച്ച് നാമത്തിലൊരു ആസക്തി വരും, ഒരു പ്രേമം വരും, പ്രിയം വരും, ഒരു ലയം വരും, ഇഷ്ടം വരും. അപ്പോഴാണ് നമ്മൾ ഭക്തരായി മാറുന്നത്. ഭക്തിയുണ്ടോ? ശക്തിയുണ്ട്.